പ്രിയപ്പെട്ടവരെ നമസ്കാരം. കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട സുഗന്ധവിളയാണ് ജാതി. വൻതോതിൽ നമുക്ക് ആദായം നേടിത്തരുന്നുണ്ട്. സിലോണ, മഡഗാസ്കർ, ഇന്ത്യ, ഇന്തോനേഷ്യ, മലയ എന്നീ രാജ്യങ്ങളിൽ കൃഷി ചെയ്തു വരുന്നു. മലക്കാർ ദ്വീപുകളും മലബാർ തീരപ്രദേശങ്ങളും ജാതിയുടെ ജന്മദേശങ്ങളെന്നറിയപ്പെടുന്നു. നമുക്ക് കാലടിയിലെ പെരിയാറിൻ്റെ തീരത്തിൽ കൃഷി ആരംഭിച്ചു എന്ന് പഴയ കാലത്ത് വിശ്വസിക്കുന്നുണ്ട്. 900 മീറ്റർ ഉയരം വരെയുള്ള ഉയർന്ന പ്രദേശങ്ങളിൽ ജാതി കൃഷി ചെയ്യാം. ഇടവിട്ടുള്ള മഴ അത്യാവശ്യമാണ്. അതുപോലെ ഓരോ വർഷങ്ങളും 2 പ്രാവശ്യമായിട്ട് 10 മുതൽ 15 കിലോ വരെ ജൈവവളം ജാതിക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. IISR വികസിപ്പിച്ചെടുത്ത കേരളശ്രീ, വിശ്വശ്രീ എന്നിവയൊക്കെ അത്യുൽപാദന ശേഷിയുള്ള ജാതി തൈകളാണ്. ആണും പെണ്ണും ജാതിയിലുണ്ട്. എന്നാൽ ബഡ് ഗ്രാഫ്റ്റൊക്കെ നട്ടു കൊടുക്കുന്നുണ്ട്. അങ്ങനെയുള്ള വിഷയം വരുന്നില്ല. 100% വിളവ് തരുന്നു എന്നാണ് ഇതിൻ്റെ പ്രത്യേകത. കീടങ്ങളും രോഗങ്ങളും ഇതിനെയും ബാധിക്കാറുണ്ട്. ശൽക്ക കീടങ്ങൾ, ഇലപ്പുള്ളി രോഗം, കായ ചീയൽ, പൂപ്പൽ രോഗം ഇവയൊക്കെ വരുന്നുണ്ട്. ഇതിന് ബോർഡോ മിശ്രിതം 2% വീര്യത്തിൽ തളിച്ചു കൊടുക്കാം. അല്ലെ കനാൽ ഫോസ് 25 GC 1 ലിറ്റർ വെള്ളത്തിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം. നീരൂറ്റി കൊടുക്കുന്ന കീടങ്ങൾ വരും. അതിനെ റോസ് സ്പ്രേ കഞ്ഞിവെള്ളത്തിൽ കലക്കി അങ്ങനെ നമുക്കത് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ബോർഡോ മിശ്രവും തളിച്ചു കൊടുക്കാവുന്നതാണ്. ജാതി മരത്തിൽ നിന്നും പറിച്ചെടുക്കുന്ന കായകൾ പുറന്തോട്ട് മാറ്റി പത്രിക വേറെ, കുരു എന്നിവ വേറെയാക്കി ഉണക്കിയതിന് ശേഷമാണ് വിപണനത്തിന് എത്തിക്കുന്നത്. നല്ല വില ലഭിക്കുന്നതാണ് വിപണിയിൽ. അതുകൊണ്ട് എല്ലാവർക്കും ജാതി കൃഷി ചെയ്യാം.